Hi everyone, today we are going to look into the book of Esther. എസ്തർ എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ് ബൈബിളിന്, എസ്പെഷ്യലി ഫ്രം ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ്. കാര്യം നമ്മൾ പഴയ നിയമം അത്ര അങ്ങോട്ടൊരു എൻ്റെ ഒരു മേ ബി കുറേ ഒരു വർഷങ്ങളുടെ ബാക്കിൽ പോയി കഴിയുകയാണെങ്കിൽ ഓൾഡ് ടെസ്റ്റമെൻറ്റ് അത്ര അങ്ങോട്ടൊരു വായിച്ച് മനസ്സിലാക്കി അത് ബൈബിൾ സ്റ്റഡി ചെയ്യാനുള്ളൊരു മെച്യൂരിറ്റി ഒന്നും അന്ന് എനിക്കുണ്ടായിരുന്നില്ല. ഡെഫിനറ്റ്ലി ഇപ്പോൾ കുറച്ചൊരു മേ ബി ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് ഞാൻ പഴയ നിയമം കുറേയും കൂടെ വായിക്കും. കാര്യം പഴയ നിയമത്തിൽ ഒരുപാട് എന്താണ് വിമൻ ഓഫ് ഫെയ്ത്ത് ഉണ്ട്, മെൻ ഓഫ് ഫെയ്ത്ത് ഓർ പീപ്പിൾ ഓഫ് ഫെയ്ത്ത് എന്ന് വേണേൽ പറയാം. അവരുടെയൊക്കെ ജീവിതത്തിലൂടെ അവർ കടന്നുപോയിട്ടുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അവരുടെ പ്രെയർ ലൈഫ് എങ്ങനെയായിരുന്നതും എന്ത് ഒരു റീസൺ കാരണമാണ് യഹോവയായ ദൈവം അവരുടെ ജീവിതങ്ങളിൽ ഇടപെടുകയും മിറക്കിൾസ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയായതെന്നൊക്കെ ഉള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബൈബിൾ സ്റ്റഡിയാണ്. സോ റീസെൻ്റ്ലി ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ഓൾഡ് ടെസ്റ്റമെൻറ്റ് ആൻഡ് ഐ തോട്ട് മേ ബി എസ്റ്റേഴ്സ് ബുക്ക് is a perfect book in Bible to start with. കാര്യം എസ്തറിൻ്റെ ഒരു പ്രെയർ ലൈഫോ അല്ലെങ്കിൽ എസ്തറിൻ്റെ ഒരു ഫെയ്ത്ത് ഡിഡ് നോട്ട് സ്റ്റാർട്ട് ഇൻ എ വെരി എക്സ്ട്രോർഡിനറി വേ. ആദ്യമേ തന്നെ വളരെ പ്രൊഫൗണ്ട് എന്താ പറയുക ഹോളി സ്പിരിറ്റിൻ്റെ ടീച്ചിങ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള റെവലേഷൻസ് ഒന്നും കിട്ടിയ ഒരാളായിട്ടല്ല എസ്തറിനെ കാണിക്കുന്നത്. എസ്തർ എന്നാൽ ദൈവനിയോഗം ആദ്യം തൊട്ടേ എസ്തറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ റീസൺ ഇസ് ബിക്കോസ് ഷി വാസ് സെലക്റ്റഡ് ടു ബി വൺ ഓഫ് ദ ക്വീൻസ് ഇൻ ദ കിങ്സ് കോർട്ട് അല്ലെങ്കിൽ കിങ്ങിൻ്റെ പാലസിൽ. അപ്പം ഒരു ഡെസിഗ്നേഷൻ ഓൾറെഡി ഉണ്ട്. ഷീ ഈസ് ഡിസൈൻഡ് ഫോർ സംതിങ് ഓർ ഷീ ഈസ് ചോസൻ ഫോർ സംതിങ് ഈവൻ ദോ എസ്തർ ഡിഡ്ന്റ് നോ അറ്റ് ദാറ്റ് ടൈം. ഇത് എസ്തറിന് മനസ്സിലാകുന്നത് മൊർദെഖായി എന്ന് പറയുന്ന എസ്തറിൻ്റെ അങ്കിൾ ഉൾപ്പെടെയുള്ള ബാക്കി ജൂയിഷ് ആയിട്ടുള്ള ആ സമയത്തുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ടും അവർ രാജാവ് വിളിക്കുന്ന ദൈവത്തെ അല്ലെങ്കിൽ രാജാവ് പ്രാർത്ഥിക്കുന്ന ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്ന കുറേ ഒരു റിഡിക്കുലസ് ആയിട്ടുള്ള കുറച്ച് റൂൾസൊക്കെ ആ സമയത്ത് വരുന്നുണ്ട്. അപ്പം മൊർദെഖായി അങ്ങനെ ഒരു യഹോവയായ ദൈവത്തെ പ്രാർത്ഥിക്കുന്നതും വിളിക്കുന്നതും ആരാധിക്കുന്നതുമായിട്ടുള്ള ഒരാൾക്ക് അത് എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ എസ്തർ ഓൾറെഡി പാലസിലുണ്ട്. എസ്തർ ഹാസ് ആക്സസ് ടു ദ കിങ്. അപ്പോൾ എസ്തർ വിചാരിച്ചാൽ ഈ ഒരു പ്രെഡിക്കമെൻറ്റ് മാറ്റി കിട്ടും എന്നും മൊർദെഖായിക്ക് അറിയാം. അപ്പോൾ അങ്ങനെയാണ് എസ്തറിലേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. ദാറ്റ് എസ്തർ ഹാസ് ടു ഡു സംതിങ് ദെയർ എന്നുള്ളത്. പല സമയത്തും എസ്തർ എന്ന് പറയുന്നത് നമ്മളൊക്കെ വി കൻ ഓൾ സീ അവർ സെൽവ്സ് ഇൻ എസ്തർ. നമ്മളൊക്കെ ഒരു കാര്യം വരുന്ന സമയത്ത് വി നോ ദാറ്റ് വി ഹാവ് ടു ഡു സംതിങ്. ദിസ് ഇസ് വെയർ വി ഹാവ് ടു ബി ആക്റ്റീവ് ഇൻ അവർ ഫെയ്ത്ത്. ഓക്കെ, അല്ലെങ്കിൽ സംതിങ് ഇസ് ഗോയിങ് ഓൺ വിത്ത് അവർ ഫാമിലി മെമ്പേഴ്സ്. നമ്മളുടെ തന്നെ ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മേ ബി നമ്മളുടെ കമ്മ്യൂണിറ്റി, നമ്മളുടെ വീട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളായിരിക്കാം. വി ഹാവ് ടു പ്രേ ആൻഡ് വി ആർ ദ ലൈക്ക് ഒരു ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലി ദാറ്റ് I can relate to it because after marriage I have that responsibility to pray for my family. അതിന് മുന്നേ മേ ബി വി ഹാഡ് അമ്മ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ പപ്പയുണ്ട്. വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ഓഫ് എ വെരി എന്താ പറയുക ഒരു ബേർഡനിങ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ല. പക്ഷേ മേ ബി വൺസ് യു ഗെറ്റ് മാരീഡ് ആൻഡ് ഇറ്റ്സ് യു ആൻഡ് ജസ്റ്റ് യുവർ ഹസ്ബൻഡ് ആൻഡ് ഇഫ് യു ഗോയിങ് ത്രൂ എ ട്രയൽ യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി. സോ ഹു എവർ ഗോഡ് ഹാസ് ചോസൻ ഹാസ് റെസ്പോൺസിബിലിറ്റി ദെയർ. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. ആൻഡ് ഐ തിങ്ക് എസ്തർ ഓൾസോ ഗോസ് ത്രൂ സംതിങ് ലൈക്ക് ദാറ്റ്. കാര്യം എസ്തർ ഇസ് ദ വൺ ടു പ്രൊആക്റ്റീവ്ലി ഡു സംതിങ് ദെയർ ബിക്കോസ് ഷീ ഈസ് ദ വൺ വിത്ത് എ ഡയറക്റ്റ് ആക്സസ് ടു കിങ്. അപ്പം എസ്തർ ഇവിടെ മൊർദെഖായി എസ്തറിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന സമയത്ത്, അതായത് ജൂയിഷ് കമ്മ്യൂണിറ്റിയെ മുഴുവനായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ യു ഹാവ് ടു ഡു സംതിങ് എന്ന് പറയുന്ന സമയത്ത് എസ്തറിൻ്റെ റെസ്പോൺസിനെ നമുക്ക് വി കൻ ഡിവൈഡ് ദാറ്റ് ഇൻ ടു 2 പാർട്സ്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വളരെ കംപ്ലേസൻ്റ് ആയിട്ടുള്ള ഒരു എസ്തറിനെയാണ് അവിടെ കാണുന്നത്. ആദ്യമേ തന്നെ പിന്നെ അതെ ഞാനിപ്പോൾ തന്നെ ഫാസ്റ്റ് ചെയ്യാൻ പോവാണ്, ഐ എം ഗോണ പ്രേ, അങ്ങനെ പറയുന്ന റെസ്പോൺസ് അല്ല എസ്തർ. എസ്തർ ഇസ് ജസ്റ്റ് ലൈക്ക് ഓൾ ഓഫ് us, എക്സ്ക്യൂസുകളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഫോർ മീ ഐ ഹാഡ് ടു സ്റ്റാർട്ട് ദിസ്, ഐ ഹാഡ് ടു സ്റ്റാർട്ട് ഡൂയിങ്, ഐ ഹാഡ് ടു സ്റ്റാർട്ട് റെക്കോർഡിങ് വീഡിയോസ്. I think for a majority of like my plans in my Bible study patterns, അല്ലെങ്കിൽ for the last 1 year I've been finding excuses to not do this. So I think Esther was also like that, just like all of us. എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ പോലും we are scared of something or we think that we are not strong enough to do that. അപ്പോൾ ആദ്യമേ തന്നെ എസ്തർ ഇവിടെ എക്സ്ക്യൂസാണ് പറയുന്നത്. പിന്നെ
മേ ബി ഇറ്റ്സ് ബിക്കോസ് ഷീ ഡിൻ ഹാവ് ദ ഫെയ്ത്ത് ഇൻ ദ ബിഗിനിങ്. അത്രയ്ക്കുള്ളൊരു ഫെയ്ത്ത് ഇല്ല, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്നെയും കൊണ്ടൊക്കെ എന്തെങ്കിലും പറ്റും എന്നുള്ളത് എസ്തറിനില്ല, വിച്ച് ഇസ് ലൈക്ക് എ ലോട്ട് ഓഫ് അതർ പീപ്പിൾ ഔട്ട് ദെയർ. ഇപ്പം ഇത് കേൾക്കുന്ന നിങ്ങളും ഞാനും ഒക്കെ നമുക്ക് തന്നെ നമ്മളുടെ ഒരു ഫെയ്ത്തിൽ തന്നെ, വിശ്വാസത്തിൽ തന്നെ നമുക്കൊരു വിശ്വാസമില്ല, പിന്നെ നമ്മുടെ പ്രെയർ ലൈഫിൽ നമുക്ക് വലിയ വിശ്വാസമില്ല. സോ അങ്ങനത്തെ ഒരു എസ്തറിനെയാണ് ആദ്യം കാണുന്നത്. അപ്പം മോസ്റ്റ്ലി യുനോ വാട്ട്, ഒരു വേൾഡ്ലി റിസോർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്ന സമയത്ത്. കാരണം നമ്മൾക്കൊരു എന്താ പറയുക, ഒരു ദൈവാശ്രയം നമുക്ക് ആദ്യമേ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അവർ ഫസ്റ്റ് റെസ്പോൺസ് വിൽ ബി ടു ഗോ ആൻഡ് പ്രേ, അല്ലേ? ഇവിടെ എസ്തർ അങ്ങനെയല്ല. എസ്തർ ആദ്യമേ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് തിരിച്ച് മൊർദെഖായിയുടെ അടുത്തേക്ക് ഒരാളെ വിടുകയാണ്. ദാറ്റ് ഐ കാൺറ്റ്, പിന്നെ കിങ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആക്സസ് കിട്ടുന്ന ഒരാളൊന്നും അല്ല, നിങ്ങൾ എന്താണ് പറയുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മൊർദെഖായ് അങ്കിളിൻ്റെ അടുത്ത്, ഈവൻ ദോ ഇത് ഒരു വളരെ പ്രസിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഷീസ് ഗിവിങ് എക്സ്ക്യൂസസ് ഫോർ ദ ഫസ്റ്റ് ടൈം. അതാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഓക്കെ, അപ്പോൾ മൊർദെഖായ് തിരിച്ച് എസ്തേറിൻ്റെ അടുത്ത് സെയിം ആളെ ഒരു കാര്യം പറഞ്ഞിട്ട് വിടുകയാണ്. ദാറ്റ് ചേഞ്ച് എസ്തേഴ്സ് ലൈഫ്, ദാറ്റ് ചേഞ്ച് എസ്തേഴ്സ് പ്രെയർ ലൈഫ്, ആൻഡ് ദാറ്റ് കംപ്ലീറ്റ്ലി ഓൾട്ടേർഡ് എസ്തേഴ്സ് ഫെയ്ത്ത്. മൊർദെഖായ് അത് പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് എസ്തേറിൻ്റെ ചാപ്റ്റർ 4 14-15, ഞാൻ പറഞ്ഞല്ലോ എസ്തേറിൻ്റെ ചാപ്റ്റർ ഇസ് എ ലിറ്റിൽ ജംബിൾഡ് ചാപ്റ്റർ. നമുക്കൊരു വളരെ സീക്വൻഷ്യലായിട്ട് ഉള്ളൊരു ഓർഡർ അല്ല എസ്തേറിൻ്റെ ചാപ്റ്ററിനുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും സീക്വൻസ് മനസ്സിലാക്കിയെടുക്കാനായിട്ട്. ഐ വിൽ ഡു എ വീഡിയോ ഓൺ ദാറ്റ് ലേറ്റർ. പക്ഷേ ഇവിടെ ഇപ്പം എസ്തേറിൻ്റെ ചാപ്റ്റർ 4 വേഴ്സസ് 14-15 മൊർദെഖായ് അവളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫോർ ഇഫ് യു റിമെയിൻ സൈലൻറ്റ് അറ്റ് ദിസ് ടൈം, റിലീഫ് ആൻഡ് ഡെലിവറൻസ് ഫോർ ദ ജ്യൂസ് വിൽ അറൈസ് ഫ്രം അനദർ പ്ലേസ്, but you and your father's family will perish. And who knows but that you have come to royal possession for such a time as this. മൊർദെഖായ് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അതൊരു ചെറിയൊരു വഴക്ക് പോലെ പറയുന്ന പോലെ നമുക്ക് തോന്നാം, അല്ലെങ്കിൽ ഒരു റെപ്രിമാൻഡായിട്ടോ, അല്ലെങ്കിൽ മൊർദെഖായ് വാസ് ദാറ്റ് ദാറ്റ് ഇന്റർസെസർ ബിറ്റ്വീൻ എസ്തേർ ആൻഡ് ഗോഡ്. അത് കാരണം മൊർദെഖായ് അവളുടെ വൊക്കേഷൻ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഷീ ഹാസ് എ ഡെസിഗ്നേഷൻ. മേ ബി ചിലപ്പോൾ എസ്തേറിന് അത് ആ ഒരു സമയം വരെ മനസ്സിലായിട്ടുണ്ടാവത്തില്ല. അത് കാരണമാണ് മൊർദെഖായ് ഹാസ് ടു റിമൈൻഡ് ഹെർ ദാറ്റ് ഇപ്പോൾ നീ ഇത് ചെയ്തില്ലെങ്കിൽ വേറൊരാൾ ആ ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഡെലിവറൻസിന് വേണ്ടിയിട്ട് ഉയർത്തെഴുന്നേൽക്കും, ഓർ ദേ വിൽ ഡു ദി പാർട്ട്. പക്ഷേ ഹൂ നോസ്, ഇതിനായിരിക്കാം ചിലപ്പോൾ നിന്നെ ആ ഒരു പൊസിഷനിലേക്കോ അല്ലെങ്കിൽ നിന്നെ ആ ഒരു ഡെസിഗ്നേഷനിലേക്കോ ദൈവം ആദ്യമേ ഇരുത്തിയത്. പല സമയങ്ങളിലും നമ്മളുടെ ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, മാരേജ് ആയിരിക്കാം, എനിത്തിങ്. ഓക്കെ, ചിലപ്പോൾ പാരൻറ്റിങ് എന്നുള്ളൊരു വൊക്കേഷൻ ആയിരിക്കാം. There is a reason why you are there. There is a reason why you were there at the workplace, or there is a reason why you married that person. There is a reason why you married into that family, or there is a person you have those kids, exactly those kids. പക്ഷേ നമ്മളുടെ എന്താ പറയുക, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം ചെയ്യാണ്ട് വരുമ്പോൾ ചില സമയത്ത് മൊർദെഖായ് പോലെ നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട് ചിലപ്പോൾ പള്ളിയിലെ അച്ഛന്മാരോ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന പ്രസംഗമോ പാസ്റ്റേഴ്സോ ആരെങ്കിലുമൊക്കെ ഇതുപോലൊക്കെ പ്രസംഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുമായിരിക്കും. ചില സമയത്ത് നമ്മൾ ആ ഒരു സ്റ്റെപ്പും കൂടി എടുക്കുന്നില്ലെങ്കിൽ ആരും നമ്മളെ ഓർമ്മിപ്പിക്കാൻ പോലുമില്ല. വിച്ച് മീൻസ് ദാറ്റ് നമ്മളെ ദൈവം വളരെ ഭദ്രമായി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു നിയോഗക്കാരനാണ് നമ്മൾ ആ ഒരു പൊസിഷനിലുള്ളത്. ബട്ട് വെൻ വി ഫർഗെറ്റ് ദാറ്റ്, വെൻ വി ചൂസ് നോട്ട് ടു ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്, വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ആ ഒരു വോയിഡ് ഇസ് സ്റ്റിൽ ഗോയിങ് ടു ബി ദെയർ. ചിലപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സ്പ്രെഡിങ് ഗോസ്പിൾ ഓർ ഷെയറിങ് ഗോസ്പിൾ വിത്ത് എവ്രി വൺ. ഇപ്പം എല്ലാ ക്രിസ്ത്യൻസിനും അതിൻ്റെ ദേ ഓൾ ഹാവ് എ പേർപ്പസ്, ദർ ഓൾ ബിൽറ്റ് ഫോർ ദാറ്റ് പേർപ്പസ്. നമ്മളത് ചെയ്യാതിരിക്കുന്ന സമയത്ത്, ഐ എം നോട്ട് സെയിങ് ദാറ്റ് യു ഹാവ് ടു ഗോ ആൻഡ് പ്രീച്ച്. ഗോസ്പിൾ ക്യാൻ ബി ഇൻ എനി വേ. അതൊരു ഹെൽപ്പായിരിക്കാം, അതൊരു ആശ്വാസവാക്കായിരിക്കാം, അതൊരു ചിരിയായിരിക്കാം സംടൈംസ്. വെൻ യു റീഡ് ബൈബിൾ യു നോ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് going and preaching. It's about representing Jesus in your personality and where you are in profession and in all of those things. ചില സമയങ്ങളിൽ നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ നമ്മളെ ദൈവം ഏൽപ്പിച്ചൊരു കാര്യം നമ്മൾ ചെയ്യാത്തതുപോലെ, that we are not fulfilling our vocation. ഇവിടെ എസ്തേറിനെ മൊർദെഖായ് ഓർപ്പിക്കുന്നതും ഇതേ സെയിം കാര്യമാണ്. നീ ചെയ്തില്ലെങ്കിൽ വേറൊരാൾ ചെയ്യും. So what about you? What about the designation? What about the purpose? What about your own position, in your family or in Christ? അതാണ് ഓർപ്പിക്കുന്നത്. അതിനുശേഷം ആ ഒരു എക്സ്ക്യൂസ്, what happened is that after that excuse, ഇത് കേട്ട് കഴിഞ്ഞിട്ട് മൊർദെഖായ് ഇത് പറയുന്നത് എസ്തറിൻ്റെ ചെവിയിൽ എത്തുന്ന കഴിയുന്നതിന് ശേഷം എസ്തർ ലൈഫ് ചേഞ്ചർ. കാര്യം എസ്തറിൻ്റെ പക്ഷേ വേറൊരു കാര്യം,
എസ്തേർ പക്ഷെ അത് കേട്ടിട്ട് ലൈഫ് ചേഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. നമ്മളിൽ പലരും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കും, നമ്മളുടെ ഒരു നിയോഗത്തെപ്പറ്റി ഓർമ്മ കാണും, നമ്മളുടെ ഒരു എന്താ പറയുക, ദൈവത്തിൻ്റെ നമ്മളുടെ ലൈഫിലുള്ളൊരു പ്രോമിസിനെ പറ്റിയൊക്കെ എത്ര കേട്ട് കഴിഞ്ഞാലും പല സമയങ്ങളിലും വി ആർ നോട്ട് റെഡി ടു ടേക്ക് ആക്ഷൻ. ഞാൻ ഈ ഒരു ബൈബിൾ സ്റ്റഡി അല്ലെങ്കിൽ അതൊരു ഓൺലൈൻ മീഡിയം, ബിക്കോസ് സോഷ്യൽ മീഡിയ ഇസ് എ വെരി പവർഫുൾ മീഡിയം ഫോർ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ആസ് ക്രിസ്ത്യൻസ് what are we doing with it? നമ്മൾക്ക് ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ള സമയത്ത് ആർ വി ഡൂയിങ് സംതിങ് ദാറ്റ് that will make God proud of the creation that he has done. So എനിക്ക് തോന്നുന്നു എസ്തേറിൻ്റെ ആ ഒരു പാർട്ടാണ് that made me make this video, ദാറ്റ് നമ്മളിപ്പോൾ ഏൽപ്പിച്ചേക്കുന്ന നമ്മൾ ഈ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ someone else would do it for God 100%. ദൈവത്തിന് അതിന് കുറവൊന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ what about us? What about our devotion to God? നമ്മളുടെ ഒരു പേർപ്പസ് എന്താണ് ലൈഫിൽ? എസ്തേറിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ എസ്തേറിൻ്റെ ലൈഫിൽ, അതായത് വി ഹാവ് എ ലോട്ട് ടു ടോക്ക് അബൌട്ട് എസ്തേർസ് ലൈഫ്. ഇത് കഴിഞ്ഞിട്ട് ഐ ടോൾഡ് യു റൈറ്റ്, ഹർ ലൈഫ് ചേഞ്ചസ് ആഫ്റ്റർ ദിസ് റിമൈൻഡർ. സോ ഐ തിങ്ക് ടുഡേസ് വീഡിയോ ഇസ് ജസ്റ്റ് എ റിമൈൻഡർ ഫോർ യു. ഇനിയുള്ള വീഡിയോകളിൽ, ഇനിയുള്ള സെഷനുകളിൽ വിൽ ബി ലുക്കിംഗ് ഇൻ ടു വാട്ട് വാസ് ഹർ പ്രെയർ ലൈഫ് ലൈക്ക്. എന്താണ് ശരിക്കും എസ്തേർ, എങ്ങനെയുള്ളൊരു പ്രെയർ ലൈഫ് ആയിരുന്നു? ഹൗ കെൻ വി ഹാവ് എ പ്രെയർ ലൈഫ് ജസ്റ്റ് ലൈക്ക് എസ്തേർ? ബിക്കോസ് രാജാവിൻ്റെ സന്നിധിയിലേക്ക് എസ്തേർ കടന്നു വരുമ്പോൾ രാജാവ് അവളോട് എന്താണ് ഒരു അപ്പീൽ തോന്നിയിട്ട് ഹി അലൗസ്, ആൻഡ് ലേറ്റർ ഓൺ മൊർദെഖായി റിക്വസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്ത് രീതിയിലുള്ളൊരു പ്രെയർ ലൈഫായിരുന്നു, ഫാസ്റ്റിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇനിയുള്ള വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. എസ്തേർ സംതിങ് ലൈക്ക് ഇറ്റ്സ് എ റെപ്പോസിറ്ററി ഓഫ് സോ മെനി അതർ തിങ്സ്. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദിസ് ഇസ് ഓൺലി എ റിമൈൻഡർ. നമ്മളിത് ചെയ്തില്ലെങ്കിൽ വേറൊരാൾ ചെയ്യും. ബട്ട് വാട്ട് അബൌട്ട് us? What about our family? What about our purpose in this world? That's all. May God bless you all. Let me know what you think of this, whether you got that reminder or not. Thank you so much for watching. Thank you for your patience.